ഈ ഫോട്ടോയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു പേഷ്യൻ്റെ കാലാണ്. അപ്പോൾ കാലിലും മരവലും തരിപ്പും പോച്ചിലൊക്കെ ഉണ്ടായിട്ട് വന്നതാണ്. പ്രമേഹമുള്ള ആളാണ്, 10-15 വർഷമായിട്ട് പ്രമേഹമുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ കാണുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷനാണിത്. അതുപോലെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാകും, കാലിൽ പല ഭാഗങ്ങളിലും ചെറിയ ഡിസ്കളറേഷൻ ഉണ്ട്, കളർ വ്യത്യാസമുണ്ട്, കാലിലെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ആ നഖമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നഖത്തിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ കട്ടിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇത് കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് കാലിലെ ഞരമ്പുകൾക്കൊക്കെ രക്തം കൊടുക്കുന്ന ചെറിയ മൈക്രോ വെസൽസ് ഉണ്ട്, ചെറിയ രക്തക്കുഴലുകൾ, ഇതിനൊക്കെ അടവ് സംഭവിക്കും. അപ്പോൾ കൃത്യമായിട്ട് രക്തം കിട്ടാണ്ട് വരുമ്പോൾ ഈ ഞരമ്പുകളുടെ ഫങ്ഷൻസ് ഒക്കെ കുറയും. അങ്ങനെയാണ് നമുക്ക് ഈ തരിപ്പും മരവലും തൊട്ടാൽ അറിയാത്ത അവസ്ഥയൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ചില രീതിയിലുള്ള മസാജുകളുണ്ട്, ഉദ്വർത്തനം എന്നൊക്കെ പറയും. നമ്മുടെ മുകളിലേക്ക് പ്രഷർ കൊടുത്ത് ചെയ്യുന്ന, പൗഡർ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മസാജുകൾ, അതുപോലെ തന്നെ ധാര, പ്രത്യേക രീതിയിലുണ്ടാകുന്ന കഷായങ്ങൾ കൊണ്ടിട്ടുള്ള ധാരകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറയും. പിന്നെയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഡയബറ്റിക് ഷുഗറിൻ്റെ അളവ് ക്രമീകരിച്ച് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ക്രമീകരിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. അതുപോലെ തന്നെ ചില എക്സർസൈസുകളുണ്ട്, ഈ രക്തയോട്ടം കൂടുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും.